തദ്ദേശ സ്ഥാപനങ്ങളിലെ തസ്തിക വെട്ടിക്കുറച്ച് സർക്കാർ. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ 283 ഓഫീസ് അറ്റൻഡന്റ് തസ്തികകൾ വെട്ടിച്ചുരുക്കി സർക്കാർ ഉത്തരവിറക്കി. സംസ്ഥാനത്തെ വിവിധ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമായി ഒഴിവ് വന്ന ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളാണ് നിർത്തലാക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് നടപടി. ദേവൻ MP ആണ് വിവരങ്ങളുമായി ചേരുന്നത്. പറഞ്ഞതുപോലെ തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അതിന് മുൻപാണ് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടാകുന്നത്. എന്താണ് സർക്കാരിന്റെ നീക്കം? കഴിഞ്ഞ 2022 സംസ്ഥാനത്ത് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി ഏകദേശം 578ഓളം തസ്തികകൾ നിർത്തലാക്കാനായി സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിരുന്നു. ഇത് സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാനായി വിവിധ പ്രിൻസിപ്പൽ ഡയറക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അതിന് മേലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും ഒപ്പം തന്നെ ആരോഗ്യ വിഭാഗത്തിലും അക്കൗണ്ട്സ് വിഭാഗത്തിലുമായി ഏകദേശം ഇപ്പോൾ 283 ഓഫീസ് അറ്റൻഡന്റ് പോസ്റ്റുകളാണ് ഇപ്പോൾ നിർത്തലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഈ കാലയളവിൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമുള്ള ഉണ്ടായ കാലയളവിൽ ഒഴിവ് വന്ന 283 തസ്തികകളാണ് ഇപ്പോൾ പൂർണ്ണമായും നിർത്തലാക്കുന്നത്. ഇനി ഈ തസ്തികകളിൽ നിയമനം നടത്തേണ്ട എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഉത്തരവാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ ഡയറക്ടറിനെതിരായി ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പ്രകാരം ഗ്രേഡ് 1 തസ്തികയിലുള്ള ഗ്രേഡ് 1 കോർപ്പറേഷനുകളായ തിരുവനന്തപുരം നഗരസഭയിൽ 34 തസ്തികകളും ഒപ്പം തന്നെ കൊച്ചിയിൽ 29ഉം കോഴിക്കോട് 25ഉം അങ്ങനെ ഒഴിവുകളാണ് ഇപ്പോൾ നിർത്തലാക്കുന്നത്. ഇത് കൂടാതെ ബാക്കിയുള്ള 81 നഗരസഭകളിലെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള 81 നഗരസഭകളിലെ മുനിസിപ്പാലിറ്റികളുമായുള്ള മറ്റ് 200ഓളം ഒഴിവുകളും ഇപ്പോൾ പൂർണ്ണമായും നിർത്തലാക്കിയിരിക്കുന്നു. പ്രധാനമായും കുടുംബശ്രീ അടക്കമുള്ള ഏജൻസികൾ മുഖേന ഈ ലാസ്റ്റ് ഗ്രേഡ് പോസ്റ്റിലേക്കുള്ള തസ്തികൾ നടത്തുമെന്ന് മുമ്പ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ ഒരു അവസരത്തിൽ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അടിയന്തരമായി ഇത്തരം ഒഴിവുകളിലേക്ക് ഇനി നിയമനം നടത്തേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നതും ഒരു ചോദ്യമായി ബാക്കി നിൽക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ജീവനക്കാരുടെ തന്നെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണം സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ തീരുമാനത്തിലേക്ക് എത്താൻ സംസ്ഥാന സർക്കാരിന് പ്രേരണയായിരിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ 283 തസ്തികകളിൽ ഇനി നിയമനം നടത്തേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നത്. മാത്രമല്ല 578 തസ്തികകളായിരുന്നു മുമ്പ് ഇത്തരത്തിൽ ഒഴിവാക്കാനായി പൂർണ്ണമായും തീരുമാനമെടുത്തിരുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള തസ്തികകളിലും ഇത്തരത്തിൽ തന്നെ ആ തസ്തികകളിൽ ഒഴിവരുന്ന മുറയ്ക്ക് ആ തസ്തികകളിലും ഇനി പുതുതായി നിയമനം നടത്തേണ്ട ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നതായിരിക്കും. സ്വാതി. ശരി ദേവൻ, തദ്ദേശ സ്ഥാപനങ്ങളിലെ തസ്തിക വെട്ടിക്കുറച്ചാണ് സർക്കാർ. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ 283 ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളാണിപ്പോൾ വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്.